അപ്പോഴത്തേക്ക് DYFIയുടെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടിയുടെ ഒരു നോട്ടീസ് ഇറങ്ങും. സംഭവം വേറെ ഒന്നുമില്ല, നമ്മളെ മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് കേട്ടോ സംഭവം. അപ്പോൾ ഞാനും വിചാരിച്ചു, കുറേ കാലം കൊണ്ട് വിചാരിക്കുകയാണ് ഈ ഒരു കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ എനിക്കതിനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ അത്യാവശ്യം മലക്കറിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഞാനും കുറച്ച് പൊതിച്ചോറുകൾ തട്ടിക്കൂട്ടുകയും. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചൊരു 5 എണ്ണം, അതിനപ്പുറത്തേക്കൊന്നും പറ്റൂലെന്നാണ് വിചാരിച്ചത്. പക്ഷേ കറികളും ചോറും ഒക്കെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് 10 പൊതിച്ചോറ് വരെ കൊടുക്കാൻ പറ്റി. അപ്പം ഞാനിങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് എന്തിനാ വീഡിയോ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കും കുറച്ചുകൂടി ഇൻസ്പയർ ആയത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുള്ളത്. കാരണം പലരും ചോദിക്കാറുണ്ട്, ഫുഡ് എന്ന് പറഞ്ഞിങ്ങനെ നടക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് പലരും ചോദിക്കാറുണ്ട്. ഫുഡെന്ന് പറഞ്ഞ് നടക്കും. കാരണം എന്ന് പറഞ്ഞാൽ വിശപ്പിൻ്റെ വില നന്നായിട്ട് മനസ്സിലാക്കിയൊരു സമയമുണ്ട്. ഒരു നേരത്തെ ആഹാരം കിട്ടാതെ വിഷമിച്ചൊരു ദിവസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഫുഡ് കഴിക്കാൻ കിട്ടുന്ന അവസരം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. മറ്റുള്ളവർക്ക് ഫുഡ് അതിന് വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്നത്, ഇപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാവർക്കും ഇത് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പൊതിച്ചോറെങ്കിലും നമുക്കിത് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു സന്തോഷം തന്നെയാണ്. ഈ ലോകത്ത് ഏറ്റവും നമുക്കിപ്പോൾ ഒരാൾക്ക് പൈസ കൊടുത്തോ അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം കൊടുത്തോ ഒന്നും ആരെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ നമുക്ക് ആഹാരം കൊടുത്ത ഒരാളുടെ മനസ്സും അയാളുടെ വയറും ഒക്കെ നിറപ്പിക്കാൻ പറ്റും. അപ്പം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ മോശം അവസ്ഥ എന്ന് പറയുന്നത് അവ ആശുപത്രിയിലാവുക എന്നുള്ളതാണ്. ആ അവസ്ഥയിൽ ഈ പൊതിച്ചോറുകൾക്ക് അവർക്ക് എന്തെങ്കിലും ഒരു തൃപ്തി അല്ലെങ്കിൽ ഒരു സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സന്തോഷത്തിൻ്റെ ഉടമകളായ നമ്മളെ ദൈവം ഒരിക്കലും കൈവിടില്ല.